ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ജയത്തുടക്കമിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത് ബംഗ്ലാദേശ് ഉയർത്തിയ 229 റൺസിന്റെ വിജയലക്ഷ്യം ശുഭ്മാൻ ഗില്ലിന്റെ 8ാം സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ അനായാസം മറികടന്നു. ആദ്യ മത്സരത്തിലെ ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ മികച്ച വിജയം പാകിസ്ഥാനുള്ള മുന്നറിയിപ്പായി കണക്കാക്കാം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാവരും ഉറ്റുനോക്കുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിനെ നാണം കെടുത്തേണ്ടതും ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായിരുന്നു. ഇതിന് കാരണം ബംഗ്ലാദേശിന്റെ മുൻകാലങ്ങളിലെ അതിരുവിട്ട പ്രകോപനങ്ങളാണ്. പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്ന അതേ ആവേശം ബംഗ്ലാദേശിനെ ഇന്ത്യ തോൽപ്പിക്കുമ്പോഴും ആരാധകർക്ക് ലഭിക്കും. ഇതിന് കാരണമായ ബംഗ്ലാദേശിന്റെ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. MS ധോനി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളാണ്. ഇന്ത്യക്ക് 3 ICC കിരീടം നേടിക്കൊടുത്ത ധോനിയെ ഒരു തവണ ബംഗ്ലാദേശ് അപമാനിച്ചത് ഇന്ത്യൻ ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. 2016 ഏഷ്യ കപ്പ് ഫൈനലിന് മുൻപ് MS ധോനിയുടെ തല കയ്യിൽ പിടിച്ചു നിൽക്കുന്ന തസ്കിൻ അഹമ്മദിന്റെ ചിത്രം വളരെ വൈറലായിരുന്നു. ബംഗ്ലാദേശ് മാധ്യമങ്ങളും ആരാധകരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ചിത്രം വളരെയധികം പ്രചരിക്കപ്പെട്ടു. ഫോട്ടോഷോപ്പിലൂടെ നിർമ്മിച്ച ഈ ചിത്രത്തിനെതിരെ ഇന്ത്യൻ ആരാധകരുടെ ഭാഗത്തു നിന്നും ക്രിക്കറ്റിലെ പ്രമുഖരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ധോനിയെ അപമാനിച്ച ബംഗ്ലാദേശിനെ ഫൈനലിൽ 8 വിക്കറ്റും തോൽപ്പിച്ച് ഇന്ത്യ ഏഷ്യ കപ്പ് നേടിയിരുന്നു. അന്ന് 6 പന്തിൽ 20 റൺസോടെ ധോനി പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ജയം അന്ന് ആരാധകർ വലിയ ആഘോഷമാക്കുകയും ചെയ്തു. ഇന്ത്യൻ താരങ്ങളെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിലാണ് ബംഗ്ലാദേശ് പ്രതികരിച്ചിരുന്നത്. വിരാട് കോഹ്ലി, MS ധോനി, R അശ്വിൻ, അജിൻക്യ രഹാന, ശിഖർ ധവാൻ, രവീന്ദ്ര ജഡേജ, രോഹിത് ശർമ്മ എന്നിവരെയെല്ലാം പാതി തലമുടി വടിച്ച തരത്തിലുള്ള ചിത്രം ഉൾപ്പെടുത്തി ബംഗ്ലാദേശ് പത്രത്തിൽ പരസ്യം നൽകുകയുണ്ടായി. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാന്റെ ചിത്രം ഉൾപ്പെടുന്ന പരസ്യത്തിലൂടെ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെയെല്ലാം അപമാനിക്കുന്ന നീക്കമാണ് ബംഗ്ലാദേശ് നടത്തിയത്. ഇതോടെ ഈ ചിത്രവും വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമായി. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ആരാധകർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വ്യാജ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ച് ഇന്ത്യൻ താരങ്ങളെ പ്രകോപിപ്പിക്കാൻ പലതവണ ബംഗ്ലാദേശ് ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ വലിയ ജയം നേടാൻ പ്രചോദനമായി മാറുകയാണ് ചെയ്തത്. ബംഗ്ലാദേശ് ടീമിനോട് മിക്ക ടീമുകൾക്കും ശത്രുത തോന്നാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അവരുടെ നാഗനൃത്ത ആഘോഷമാണ്. വിക്കറ്റ് നേടുമ്പോഴും മത്സരം ജയിക്കുമ്പോഴുമെല്ലാം നാഗനൃത്തം ചെയ്താണ് ബംഗ്ലാദേശ് താരങ്ങൾ ഒരു സമയത്ത് ആഘോഷിച്ചിരുന്നത്. ഇത് വലിയ രീതിയിൽ എതിരാളികളെ പ്രകോപിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ജൂനിയർ ടീമിനോടും മോശമായി പെരുമാറിയ ചരിത്രം ബംഗ്ലാദേശിനുണ്ട്.